ആരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താഴു വീണു വന്നിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. യേശുനാഥാ, ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. എൻ പാപമേതും മായിച്ചു നീ. ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമായി. ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമായി. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാ ഞാൻ നിൻ
ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താഴു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. 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 കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നു മന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെ.
ഏറ്റവും നിശബ്ദമായിട്ടും ശാന്തതയോടും കൂടി ഈ ആഴ്ചയിലെ അവസാന ദിനമാണ് ശനിയാഴ്ച. നമ്മളിതാ ഈ മനോഹരമായ പ്രഭാതം എൻ്റെ ഈശോയോട് കൂടെ ചേർത്ത് പിടിച്ച് ആരംഭിക്കാനായിട്ട് ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾ, ഇവരെയും ക്രിസ്തു ഇന്നേ ദിനം ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയരെ, നമ്മുടെ കണ്ണുകളൊക്കെ നടച്ച് നമ്മളെല്ലാ ദിവസവും ഈശോയോടൊരു നന്ദി പറയാറുണ്ട്. ഈ പ്രഭാതം നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ചതിന്, ഈ ആലയത്തിലേക്ക് കൂട്ടിവരുത്തിയതിന്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ കാര്യങ്ങൾ, പദ്ധതികൾ പൂർത്തീകരിച്ചു തന്നതിന് അത്യാവശ്യമാകട്ടോ, നിർബന്ധമാകട്ടോ കർത്താവിനോട് നന്ദി പറച്ചിൽ. എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, യാചന മാത്രമേ ഉള്ളൂ. നന്ദി കൂടി പറഞ്ഞേക്കുക. കർത്താവേ, 1000 നന്ദി. ആപത്തുകൾ കൂടാതെ, അപകടങ്ങൾ കൂടാതെ, ബുദ്ധിമുട്ടുകൾ കൂടാതെ ഞങ്ങളെ ഈ പ്രഭാതം ഉണർത്തിയതിന് യേശുവേ, യേശുവേ. കണ്ണുകൾ അടച്ച് തന്നെ ശാന്തമായിട്ട് നമ്മൾ ഈശോയെ ധ്യാനിക്കാനായിട്ട് അടുത്ത അരമണിക്കൂർ സമയം ഈശോയെ ധ്യാനിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ഏറ്റവും ശാന്തമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. പല വിധത്തിലുള്ള എല്ലാ ചിന്തകളും ഒന്ന് മാറ്റിവെച്ച് ഈശോയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ച് ഒരു മെഡിറ്റേറ്റീവ് ഇഫക്റ്റ് വേണം കേട്ടോ, ഒരു ഫലം വേണം കേട്ടോ. ഓർക്കുക, കണ്ണുകളടച്ച് ധ്യാനിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പലപ്പോഴും സാധിക്കാത്ത അനേകം മക്കളുണ്ട്. കർത്താവ് തരുന്നൊരു കൃപ മാത്രമാണ് ശാന്തമായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് പോലും. ശാന്തമായിട്ട് ഈശോൻ്റെ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുന്നത് പോലും ഈശോയുടെ കൃപയാണ്. ആരാവാരങ്ങളോ ശബ്ദങ്ങളോ പ്രാർത്ഥനകളോ പിറുപിറുക്കുന്ന വചനങ്ങളോ മറ്റേ പലവിധ ചിന്തകളോ ഒന്നുമല്ലാതെ യേശുവേ, ശാരീരിക അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ശാന്തമായിട്ടിരിക്കാനുള്ള, എങ്ങനെയാണോ നമുക്ക് കർത്താവിനോട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്താൻ സാധിക്കുന്നത് അതുപോലെ ശാന്തമായിട്ട് സ്വയസ്തുതി, സ്വയാരാധന, 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 സ്വയാരാധന. പ്രിയരെ, ഇന്ന് അതിരാവിലെ
കർത്താവിൻ്റെ മനോഹരമായൊരു തിരുവചനം കർത്താവ് ചിന്തയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം 16 24 തിരുവചനം. മത്തായി അധ്യായം 16 തിരുവചനം 24. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി അധ്യായം 16-ാമത്തെ തിരുവചനത്തിലെ 26-ാമത്തെ വാക്യം. 16-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ തിരുവചനം. ഒന്ന് ഈ തിരുവചനം ധ്യാനിച്ച് ഈശോ ഇന്ന് ഈ ശനിയാഴ്ച 28-ാം തീയതി 2025 ആണ്ടിലെ ജൂൺ മാസം 28-ാം തീയതി നമുക്ക് നൽകുന്ന ചിന്തയാണ്: ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കർത്താവ് നമ്മുടെ ചിന്തയ്ക്ക് നൽകിയിരിക്കുന്നത് ആസക്തികളോടെ, അത്യാഗ്രഹങ്ങളോടെ, അമിതമായ ആവേശത്തോടെ, അടക്കാനാകാത്ത തൃഷ്ണയോടെ ചില വസ്തുക്കളുടെ പിറകെ പോകുന്നുണ്ടെങ്കിൽ, ചില വ്യക്തികളുടെ പിറകെ പോകുന്നുണ്ടെങ്കിൽ, സുഖങ്ങൾക്ക് പിറകെ പോകുന്നുണ്ടെങ്കിൽ, അധികാരത്തിനും മാനത്തിനും പിറകെ പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ചില പ്രത്യേക മേഖലകളോട്, ആസക്തികളോട് നീ സമീപിക്കുന്നുണ്ടെങ്കിൽ, നിനക്കുള്ള തിരുവചനമാണ് കേട്ടോ. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ഈ ലോകത്തിലെ എല്ലാ മേഖലകളോടും മിതമായി ആഗ്രഹിക്കുന്നവനും മിതമായിട്ട് ആ മേഖലകളുമായിട്ട് ഇടപെടുന്നവനുമായിരിക്കും. ഈ പ്രഭാതം ഒരു ചിന്ത കൂടി കർത്താവ് നൽകുകയാണ്. എന്തെങ്കിലും കുറച്ച് കൂടുതൽ കർത്താവിനേക്കാളും മുകളിൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിരുപദ്രവകാരി എന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങളാവും കേട്ടോ. ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ കുടുംബത്തോടുമുള്ള അമിതമായ ഒരു കൺസേൺ വേണ്ടെന്നല്ല, അമിതമായ ഒരെടുപ്പവും കൺസേൺ. ചില പ്രത്യേക വസ്തുക്കളോട്, വസ്ത്രങ്ങളോട്, ആഭരണങ്ങളോട്, ഭക്ഷണത്തോട് ഒക്കെ ഈശോയിലേക്ക് ഒന്ന് കൊടുക്കുക. കർത്താവേ, ചില മേഖലകളിലൊക്കെ എനിക്ക് തന്നെ അറിയുന്നുണ്ട് വെറുത്തുപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആസക്തി കുറയ്ക്കേണ്ട, ആഗ്രഹം കുറയ്ക്കേണ്ട മേഖലകളാണ് ഇതെന്ന്. പക്ഷേ എൻ്റെ ബലഹീനത മൂലം, എൻ്റെ അറിവുകുറവ് മൂലം ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട്. കിട്ടും കേട്ടോ. വിജയത്തിൻ്റെ ഏറ്റവും അത്യുന്നതത്തിൽ
നീ എത്തി നിൽക്കുമ്പോഴും നീ ആഗ്രഹിച്ചതൊക്കെ ആരോഗ്യമുള്ള ഭർത്താവ്, സുന്ദരിയായ ഭാര്യ, മക്കള്, ഭവനം എല്ലാം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ശൂന്യത നിനക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്നൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ മേഖലകളൊക്കെ ഒന്ന് സമർപ്പിക്കുക. ഒരു മകൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള അച്ഛൻ ജീവിതകാലം മുഴുവൻ വിദേശത്ത് മറ്റുമാക്കിയായിട്ട് വളരെയധികം നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികം പണം സമ്പാദിക്കുവാൻ സാധിച്ചു. പക്ഷേ പലതും വേണ്ട സംഗതികൾ, ഒരു നല്ലൊരു കുടുംബ ബന്ധം, മക്കളുമായിട്ടുള്ള അടുപ്പം, സൗഹൃദങ്ങൾ, ഇവയൊക്കെ നഷ്ടപ്പെട്ടു. ഇത്രയധികം പണത്തിന്, അധികാരത്തിന് മുകളിൽ നിൽക്കുമ്പോഴും എൻ്റെ കൂടെ ആരും ഇല്ല എന്ന ഒരു ശൂന്യതയാണ്. കൂട്ടുകാരൊക്കെയുണ്ട്, പക്ഷെ അവരൊന്ന് ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ചില ബന്ധങ്ങൾ, ചില കാര്യങ്ങളൊക്കെ അമിതമായി അതിന് പിറകെ പോകുമ്പോൾ, അത് ലഭിക്കുമ്പോൾ ഒരു ശൂന്യതയായിരിക്കും കേട്ടോ. ചില കാര്യങ്ങളൊക്കെ കർത്താവ് തടസ്സപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കട്ടെ. ചില കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട്, നിന്റെ ജീവിതത്തിലേക്ക് കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ എന്തോ അതിൻ്റെ പിന്നിൽ കർത്താവിന് പദ്ധതിയുണ്ട് കേട്ടോ. കർത്താവേ, ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്, ഞങ്ങൾ അത്രയും ആഗ്രഹത്തോടെ നടക്കുന്ന ചിലപ്പോൾ ജോലിയാകാം, പഠിക്കുന്ന മേഖലകളാകാം, മക്കളുടെ ജോലിയാകാം, എന്തും അതിനൊക്കെ ഒരു തടസ്സം കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ മടുപ്പില്ലാതെ ഈശോയിലേക്കൊന്ന് കൊടുക്കുക. പ്രിയരൊരു മകള് പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന, കാനഡയിലെ ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നൊരു മകള് ഇപ്പോൾ വിദേശത്ത് കാനഡയിലാണ്. 2-3 മാസത്തോളമായിട്ട് ജോലിക്കായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ അമിതമായിട്ട് ആവേശത്തോടും ആഗ്രഹത്തോടും കൂടി നടക്കുകയാണ്. ഇതുവരെ ജോലി മേഖല ശരിയാകാത്തത് കൊണ്ട് കുടുംബപരമായിട്ട് ചില സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു മകള്. ഒന്ന് ഈശോയിലേക്ക് ഒന്ന് കൊടുക്കുക. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച്, നാടുപേക്ഷിച്ച്, വീടുപേക്ഷിച്ച് ഉപജീവനത്തിനായിട്ട് മറ്റു മേഖലകൾക്കൊക്കെ ആയിട്ട് അനേകം മക്കൾ നമുക്ക് ചുറ്റുമുള്ളവരെ, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, അത്ര സുഖസൗകര്യമൊന്നുമല്ല കേട്ടോ. അമിതമായ ചൂട്, വിശ്രമിക്കുന്നതിനുള്ള ശരിയായിട്ടുള്ള സ്ഥലം ലഭിക്കാത്ത അവസ്ഥ, അനേകം മക്കളുണ്ട്. അവരൊക്കെ ഒന്ന് ഈശോയിലേക്കൊന്ന് കൊടുക്കുക. കർത്താവേ, പ്രവാസികളായ, വിദേശികളായ എല്ലാ മക്കളെയും സ്വന്തം കുടുംബത്തെ മാറ്റി നിർത്തി ജോലിക്കായിട്ട്, കഠിനമായ ജോലികൾക്കായിട്ട് വിദേശത്തായിരിക്കുന്ന മക്കളുടെ ആരോഗ്യത്തെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന ജോലി മേഖലകളെ സമർപ്പിക്കുന്നു. പറ്റിക്കപ്പെടാതിരിക്കാൻ, ന്യായമായ വേതനം ലഭിക്കാൻ അനുഗ്രഹിച്ചേക്കണേ മാതാ. മധ്യസ്ഥം വഹിക്കുക. നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഈശോയിലേക്ക് എടുക്കുക. ആരെങ്കിലും മകളുടെ പഠനത്തിനായിട്ട്
ആദ്യമായിട്ട് മകള് മറ്റൊരു ദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്ന മകളെ പ്രത്യേകം സമർപ്പിച്ച് ഒരമ്മച്ചി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ, നമ്മളുടെ മക്കളെയൊക്കെ ഒന്ന് ഈശോയിലേക്ക് ഒന്ന് കൊടുത്തേ. അച്ഛപ്പോഴും പറയുന്നുണ്ട്, മക്കളെ അനുഗ്രഹിക്കാനുള്ള വലിയൊരു കൃപ കർത്താവ് നമ്മൾ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിക്കുക. അവരുടെ പഠന മേഖലകൾ, ജീവിത സാഹചര്യങ്ങൾ, സംസാര രീതികൾ, തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ, ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ ദുശ്ശീലങ്ങൾ എല്ലാം ഈശോയിലേക്ക് ഒന്ന് കൊടുത്ത് കർത്താവേ ഇതിലെ മക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പ്രത്യേകം സമർപ്പിക്കുക. ഏത് പ്രായത്തിലുള്ളവരായാലും, ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകും, അവരായാലും എല്ലാവരും മാതാപിതാക്കളെ എന്ന് സമർപ്പിക്കുക. പ്രായമായിട്ടിരിക്കുന്നവരെ, മാതാപിതാക്കൾ, അവരുടെ ആരോഗ്യസ്ഥിതി, അപ്പച്ചനെ അമ്മച്ച് കഴിച്ചിലേക്ക് നട്ട് കർത്താവേ അവരുടെ ആരോഗ്യത്തെ, ജോലി മേഖലകളെ അനുഗ്രഹിക്കുന്നത് കർത്താവേ. രോഗശൈലിയിലായിരിക്കുന്ന വൃദ്ധ മാതാപിതാക്കളെ, വൃദ്ധ ദമ്പതികളെ, പ്രായമായവരെ ഞങ്ങൾ അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓർത്തേക്കണം കേട്ടോ. മനസ്സുകൊണ്ടൊക്കെ നല്ല ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ശരീരം അനുവദിക്കാത്ത അവസ്ഥ. ദേവാലയത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് യാത്ര ചെയ്യാൻ, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ ശരീരം അനുവദിക്കാത്ത, ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന എല്ലാ വൃദ്ധരായിട്ടുള്ള മക്കളെ, സ്ത്രീ പുരുഷന്മാർ സമർപ്പിക്കുന്നു. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാഥ ചേട്ടന് പ്രത്യേകം ഓർക്കാം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലെ സാത്താൻ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. വൃദ്ധ മാതാപിതാക്കളെ, പ്രായമായ മാതാപിതാക്കളെ അവരെ വേദനിപ്പിക്കാൻ, മാനസികമായിട്ട് വേദനിപ്പിക്കാൻ, സമ്പത്തിൻ്റെ പേരിൽ കലഹങ്ങൾ നടത്താനൊക്കെ പ്രത്യേകം മേഖലകളിലെ പൈശാചികതകളൊക്കെ വിട്ടുമാറി പോകട്ടെ യേശുവേ. ആ മേഖലകളിലെ പൈശാചികതകളൊക്കെ വിട്ട് മാറി പോകട്ടെ. സ്തുതി 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് യേശുവിലേക്ക് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെന്നും അച്ഛൻ പറയാറുണ്ട്, രാവിലെ നമുക്ക് സുഖമായിട്ട് വിശ്രമിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മളൊരു ചെറിയൊരു പരിത്യാഗം ഏറ്റെടുത്ത് ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ യാചനകൾ കർത്താവ് ഒരിക്കലും തള്ളിക്കളയില്ല. അവന് സാധിക്കില്ല തള്ളിക്കളയാൻ. അനുകൂലമായ കാലാവസ്ഥകളല്ല, മഴയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയുടെ ക്ഷീണത്തിൻ്റെ, ആലസ്യത്തിൻ്റെ മേഖലകളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാനിതാ കർത്താവേ, എനിക്ക് വേണ്ടി പോലും അല്ല കേട്ടോ, എനിക്ക് വേണ്ടി പോലും അല്ല കേട്ടോ. നമ്മുടെ ഇടവകയൊക്കെ ഒന്ന് സമർപ്പിച്ച് കലഹങ്ങളൊക്കെ ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. സാത്താൻ അങ്ങോട്ട് പിടിമുറുക്കാതിരിക്കട്ടെ. കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ, തീക്ഷ്ണമായിട്ട് ഈശോയോട് അടുക്കാനുള്ളൊരു കൃപ, ഈ ആലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജാഗ്രത കുറവുകൾ നീക്കാനായിട്ട് ഈശോയെ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ഈശോ 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 ഈശോ.
സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക. പ്രഭാതം പെറുപെറുപ്പിൻ്റെ അല്ല, പ്രത്യേകം ഓർത്തേക്കണം. നമ്മളെല്ലാ പ്രഭാതം ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടാണെന്ന് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ പെറുപെറുക്കാനോ വിഷമം പറയാനോ ഒന്നുമല്ല. ഇന്നത്തെ ജീവിതത്തെ ശനിയാഴ്ചയാണ്. ഇന്നത്തെ ജീവിതം ഈ വഴിയാത്രകളൊക്കെ ഉണ്ടെങ്കിൽ വഴിയാത്രകളൊക്കെ സമർപ്പിച്ച് ഇന്നത്തെ പദ്ധതികളൊക്കെ ഒന്ന് ഈശോയിലേക്ക് കൊടുത്ത് ഓർക്കുക. ശനിയാഴ്ചയാണ്. സന്ധ്യ മുതലുള്ള സമയം കുറച്ചുകൂടി വിശുദ്ധമായിട്ടും കുറച്ചുകൂടി നിശബ്ദമായിട്ടും സാധിക്കുമെങ്കിൽ ഇന്നത്തെ സന്ധ്യ മുതലുള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നാളെ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നൊരു ദിവസം കൂടിയാണ്. ദേഹശുദ്ധിയും ആത്മീയ ശുദ്ധിയും ശരീരശുദ്ധിയും ആത്മീയമായിട്ടുള്ള വിശുദ്ധിയിലൂടെയും കടന്നു പോകേണ്ട ദിവസമാണെന്ന്. സ്തുതി സ്തുതി ഈശോയെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ ദിനം ഏറ്റവും മനോഹരമായൊരു ദിവസമായിട്ട് തീരാനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു ദിവസമായിട്ട് തീരാൻ കർത്താവേ ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ പാവനാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നന്ദി, ഈശോയെ സ്തുതി. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ ലോകത്തിലുള്ള എന്തു തന്നെ നേടിയെടുത്താലും
കർത്താവ് കൂടെയില്ലെങ്കിൽ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് യാതൊരു ഉപകാരമില്ലെന്ന് മത്തായി 16:26 കർത്താവ് നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ ആ വചനത്തെ ധ്യാനിച്ച് ഈ ദിവസം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. പ്രമാദം മുതൽ പ്രദോഷം വരെ എൻ്റെ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവെ ഈ ആലയത്തിൽ നിന്ന് ഈ പ്രഭാത ധ്യാനത്തിലൂടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്ന ഈ മക്കളോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം. ഈശോ എന്നെ അനുഗ്രഹിക്കുകയും എല്ലാ മേഖലയിലും ദൈവീക സാന്നിധ്യവും കൃപയും കൊണ്ട് നിറച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും ഈ വിശുദ്ധ കുരിശിൻ്റെ അഭിഷേകത്താലും ഈ ദിനം മനോഹരമാകട്ടെ. ആമേൻ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മേഖലകളിലും ദൈവീക സമാധാനവും കൃപയും എന്നിൽ നിറയട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും ഈ വരയ്ക്കപ്പെടുന്ന ശ്രീവാല ശക്തമായ അഭിഷേകത്താൽ നിറയട്ടെ. ആമേൻ.